വിട്ടോ വടി എടുത്തോ അയ്യോ 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 നമുക്ക് ഫുഡ് കഴിക്കട്ടെ രാവിലെ ഉച്ചക്കത്തെ എല്ലാവരും കൂടി ഒരു ഫുഡ് കഴിക്കണം എന്റെ അപ്പോ അല്ലാത്ത അവസ്ഥയല്ലേ അല്ലാത്ത അവസ്ഥ ഇത്ര അധ്വാനിക്കുന്നുണ്ടെന്ന് അല്ലേ വിളിച്ച് കൂലിപ്പണിക്കാർക്കില്ല ഇത്ര അധ്വാനം അയ്യോ ഒന്ന് ഫുഡ് കഴിച്ചപ്പോ ജീവൻ നേരം വന്നു അതെന്ത് ദോശ അമ്മാതിരി തീറ്റായിരുന്നു കേട്ടോ ഒന്നും പറയാതിരിക്കാൻ നല്ലത് എത്ര ദോശ കഴിച്ചു നമ്മള് 2 മസാല ദോശയും പിന്നെ നെയ് റോസ്റ്റ് ഞങ്ങൾ 50-50 അടിച്ചു ചേട്ടന്മാരെ ഞങ്ങൾ എടുത്തോ എന്നാന്ന് വെച്ചാ എടുത്തോ ചോറുണ്ടോ 10 മണിയായുള്ളല്ലോ എന്നാ ഉള്ളത് എന്നാ മസാല ദോശ എന്നാ ദോശ കിഴങ്ങൊക്കെ വെച്ചിട്ട് ചേട്ടന്മാര് ചിരിച്ചേട്ടപാട് തീർന്നു എല്ലാവരുടെ എന്നാണേലും എന്റെ അമ്മോ എവിടുന്ന് കുറ്റിയും പറിച്ചു അതെ നേരാ എന്നിട്ട് ചേട്ടന്മാര് ചോദിക്കാം വീട്ടിൽ അടുപ്പൊന്നും ഇല്ലല്ലേ രാവിലെ കുറ്റിയും പറിച്ച് പോകുന്നിരിക്കുന്നു എന്റെ പൊന്നു ചേട്ടൻ 3:30 തൊട്ട് എണീറ്റപ്പോ തുടങ്ങിയ പണിയാ മേക്കപ്പ് ആർട്ടിസ്റ്റുകളാ ഫിലിമിലാണോന്ന് അല്ലെ എല്ലാരും ചിരിച്ചു ഇടപാട് തന്നു ഇപ്പൊ ഇനി നമുക്ക് വീട്ടിൽ പോലെ അടുത്ത സ്ഥലത്തേക്കുള്ള ഓട്ടമായി അപ്പൊ അങ്ങനെ ഉറങ്ങാൻ സമയമുണ്ടോ ഉറങ്ങിയാൽ പറ്റുമോ ഉറങ്ങിയിട്ടില്ല അതെ ഇന്നലെ ഞങ്ങൾ ഉറങ്ങിയിട്ടേ ഇല്ല അപ്പൊ ശരി ബൈ നിങ്ങളെല്ലാരും കൂടെ ഒരുമിക്കുന്ന ഒരു പരിപാടിയാണ് ഹായ് ഡിയേഴ്സ്, ഐ എം ദിവ്യ ബ്രിൻഡോ. അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 6 മണിയായി വൈകിട്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇങ്ങോട്ടാണ് വണ്ടിയായിട്ട് പോകുന്നതല്ലേ. അപ്പോൾ ബാക്കിൽ ഫുൾ ലഗേജ് നമ്മൾ കയറ്റി വെച്ചിരിക്കുകയാണ്. നമ്മൾ ട്രിപ്പ് പോവാണ്. ട്രിപ്പ് മാത്രമല്ല, നോർമലി ഞാൻ തന്നെ പോകാറില്ല. എന്തിനായിരിക്കും ഞാൻ തന്നെ പോകുന്നത്? വെയിറ്റ് ആൻഡ് സീ. ഇന്നലത്തെ നമ്മുടെ യാത്ര എത്തി വരുന്നത് കൂത്താട്ടുകുളത്താണ്. കൂത്താട്ടുകുളത്ത് നമ്മൾ സ്നേഹയുടെ അടുത്താണ് വന്നിരിക്കുന്നത്. എങ്ങനെയുണ്ട് സ്നേഹ? നമ്മൾ രാവിലെ എണീറ്റതിന്റെ ഒരു ഉറക്കച്ചടവട്ടല്ലോ, അതാണ് മോളായിട്ട് വരണം അല്ലേ. അപ്പൊ സ്നേഹയുടെ ബാക്കിലൊക്കെ നമുക്ക് കാണാം. അപ്പൊ സ്നേഹയ്ക്ക് ഒരു യൂട്യൂബ് ചാനൽ കൂടെ ഉണ്ട് കേട്ടോ, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? സ്നേഹ ജോഫി. ഓക്കെ, സ്നേഹ ജോഫി എന്നാണ് ചാനലിന്റെ പേര്. അപ്പൊ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെയാ, എന്താണ് ആ ചാനലിന്റെ കണ്ടന്റ്? ട്രാവൽ വ്ളോഗ്സ് ആണ്. അപ്പൊ സ്നേഹയുടെ വർക്കൊക്കെ ചെയ്യുന്നത് UK-ലാണ്. അപ്പൊ UK-ലെ വ്ളോഗ്സ് ആയിരിക്കില്ല കൂടുതലും. അപ്പൊ നമുക്ക് അതൊക്കെ കാണാം ഇനി അതിനകത്ത്. അപ്പോൾ സ്നേഹയ്ക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലുക്കാണ് വേണ്ടത്. സ്കിൻ ടോണൊക്കെ ഒന്ന് ഈവനാക്കി വളരെ സിമ്പിളായിരിക്കും വേണം, എന്നാൽ അതോടൊപ്പം എലഗൻ്റ് ആയിരിക്കും വേണം. അത് സ്നേഹ പ്രത്യേകം പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ സ്നേഹയുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഐ മേക്കപ്പിലാണ് നമ്മൾ തുടങ്ങിയത്. അത്യാവശ്യം ഏറ്റവും സമയമെടുക്കുന്ന ഒന്ന് ഐ മേക്കപ്പാണ്. കാരണം നമ്മൾ വളരെ സമയമെടുത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അത് മാത്രമല്ല, ഐ മേക്കപ്പ് ഫ്ലോപ്പായി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നോക്കിയിട്ട് കാര്യമില്ല. സോ നമ്മൾ വളരെ കെയർഫുള്ളായിട്ടാണ് ഐ മേക്കപ്പ് ചെയ്യുന്നത്. സ്നേഹ പറഞ്ഞ പോലെ തന്നെയുള്ളൊരു ഐ ലുക്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ടൈം എടുക്കുന്നത് ഐ മേക്കപ്പിനാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഫേസിലേക്ക് നമുക്ക് കിടക്കാം. ഫേസ് നമ്മൾ HD മേക്കപ്പാണ് സ്നേഹയ്ക്ക് കൊടുക്കുന്നത്. അതും സ്കിൻ ടോണൊക്കെ ഈവനാക്കി കുറച്ചൊന്ന് ബ്രൈറ്റ് ആവുന്ന രീതിയിൽ. അപ്പോൾ നമ്മുടെ സ്നേഹയുടെ ലുക്ക് റെഡിയായി. സ്നേഹതയെ റെഡിയായി കഴിഞ്ഞു. ഹെയർ സ്റ്റൈൽ ആണെങ്കിൽ നമ്മൾ ലോ ബണ്ണാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ഹെയർ സ്റ്റൈൽ നമ്മളിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ലുക്ക് ഇതാണ്. അപ്പോൾ ഈ ഹെയർ സ്റ്റൈലും സാരിയും അതുപോലെ മേക്കപ്പും എല്ലാം കൂടി വന്നപ്പോൾ അടിപൊളിയായി. ഇനി ഇതേ ഒരു ബൊക്കറ്റും കൂടെ കൊടുത്താൽ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബ്രൈഡ്. സ്നേഹ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് സ്നേഹ? ഉദ്ദേശിച്ച പോലെയൊക്കെ വന്നു? യെസ്. ഇഷ്ടമായോ? ഹാപ്പിയാണോ? ഹാപ്പിയാണല്ലേ. അപ്പം സ്നേഹയ്ക്കും അവളുടെ പേരെന്താ? ബിനിലിന് എൻ്റെ എല്ലാവിധ കൺഗ്രാറ്റ്സ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. എൻ്റെ ഹെയർ സെറ്റിങ്ങും ഫുൾ ലുക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ചേച്ചി 4 മണി തൊട്ട് എന്നെ ഇങ്ങനെ ഒരു 4 hours എടുത്തു എന്നെ ഇങ്ങനെ ഒന്നും ഫുൾ പരുവത്തിനെത്തിക്കാൻ. താങ്ക് യു സോ മച്ച് ഓൾ യുവർ ടീം മെമ്പേഴ്സ്. ഓക്കെ, താങ്ക് യു. ഇറ്റ്സ് ഗ്രേറ്റ് ജോബ്. ഹായ്, ഐ എം ദിവ്യ ബ്രിൻഡോ. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് ചങ്ങനാശ്ശേരി ഇത്തിത്താനം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇത് ബ്രൈഡ് ക്രിസ്റ്റിയുടെ എൻഗേജ്മെൻ്റാണ്.
നമുക്ക് തുടങ്ങിയാലോ? 4 മണിക്കൂറത്തെ പരിപാടിയാ. I'm all set. I'm all ready for that. റെഡി അല്ലേ? Yeah. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് എങ്ങനത്തെ ലുക്കാ വേണ്ടേ? എൻ്റെ ലെഹങ്കയൊക്കെ ഹെവി ആയ കാരണം ഐ തിങ്ക് നോർമൽ ഗ്ലോയി നോർമൽ ലുക്ക് would be fine. ഓക്കെ. അപ്പോൾ നമുക്ക് ക്രിസ്റ്റി പറഞ്ഞ പോലെ നമുക്ക് റെഡി ആക്കാം. അപ്പോൾ നമുക്ക് കാണാം ഫൈനൽ ലുക്ക്. വരുന്നത് വൺസ് ഇൻ എവറി ഇയർ. അതെ, അത്രേ ഉള്ളൂ. പക്ഷേ ഐ ലവ് കേരള. ഇറ്റ്സ് എ ഗുഡ് പ്ലേസ്. ഇപ്പൊ UK പോയിട്ട് എത്ര നാളായി? 1.5 years. അതെ. ഇന്നലെ കൂത്താട്ടുകുളത്തായിരുന്നു വർക്ക്. അവിടത്തെ ചൂടല്ലേ ആൽഫേ? ഒന്നും ഉറങ്ങിയിട്ടില്ല, ഒട്ടും ഉറങ്ങിയിട്ടില്ല ഞങ്ങള്. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ പോയിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് കിടന്നിട്ടാ വന്നത് ഇങ്ങോട്ട്. ഞങ്ങൾ വരുമ്പോ തന്നെ 9:45 ഇന്നലെ രാത്രി. മമ്മി എന്നോട് പറഞ്ഞു അവൾക്ക് എന്തൊക്കെയോ ഐഡിയാസ് ഉണ്ട്, ആള് സംസാരിക്കും എന്നൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷെ ആളുടെ പൊടി പോലും കണ്ടില്ല. ചെയ്ത് തിരക്കായി പോയില്ലേ? ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അതിനേക്കാളും ബിസി. ബിക്കോസ് മമ്മി ഇല്ലായിരുന്നല്ലോ, അപ്പം ഗോൾഡ് ആൻഡ് എവറിത്തിങ് വന്നപ്പം. നിങ്ങള് മമ്മി ഇസ്രായേലിലും ഞാൻ യുകെയില്. പപ്പ ഇവിടെ. അനിയനും ഇവിടെയാണ്. പപ്പ ഡൽഹി ടു ആൻഡ് ഫ്രോ വരും. അപ്പം 4 പേരും 4 പ്ലേസസിലാണ്. അതാണ് സമാധാനം. അതെ, നിങ്ങളെല്ലാരും കൂടെ ഒരുമിക്കുന്ന ഒരു പരിപാടിയാണ്. വീട്ടിൽ നിറച്ച ആൾക്കാരാണ് ഇപ്പം. അതെ അല്ലേ? വല്ലപ്പോഴും വരുന്ന കാരണം ഹാഫ് ആൾക്കാരെ എനിക്ക് അറിയത്തില്ല. സോ ഐ ആം ജസ്റ്റ് പ്രിറ്റൻഡിങ് ലൈക്ക് ഐ നോ എവരിവൺ. കണ്ണടച്ച്. കറണ്ടിന്റെ ഇഷ്യൂ വന്നു. അപ്പൊ എല്ലാ ലൈറ്റും പോയി, കറണ്ടും പോയി, എല്ലാം പോയി. അപ്പൊ ഇൻവേർട്ടറിൽ നമ്മൾ ഒരുവിധം എയർ ബ്രഷ് വെച്ചിട്ടൊന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ആവുന്നേ ഉള്ളൂ. എന്ത് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് നല്ല കോപ്പറേറ്റീവ് ആയിട്ട് പേടിക്കുകയും ചെയ്യാതെ നല്ല സ്മാർട്ടായിട്ട് ഇരുന്നുണ്ടോ. അത് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സപ്പോർട്ട്. അപ്പം നമ്മളിത് ക്രിസ്റ്റിയുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഐ മേക്കപ്പ് ആൻഡ് ഐബ്രോസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ മിനിമലായിട്ടുള്ളൊരു ലുക്കാണ് പുള്ളിക്കാരത്തേക്ക് വേണ്ടത്. ഐ മേക്കപ്പ് വന്നിട്ട് ഒരു ലൈറ്റ് സ്മോക്കി ഐസ് ആൻഡ് ടെയിലൊക്കെ ഇട്ട് കൊടുത്ത് സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കോൺടാക്ട് ലെൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്തായിരുന്നു കേട്ടോ. കറണ്ട് കട്ടാവുന്ന പ്രോബ്ലംസ്, ഫാനോ AC ഒന്നും ഇല്ലാതെ മേക്കപ്പ് മെൽറ്റായിട്ട് ചൂട് കാരണം മെൽറ്റ് ആവുന്നൊരു ഇഷ്യൂസൊക്കെ ഉണ്ടായി. എനിവേ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ക്രിസ്റ്റി ഇട്ടിരിക്കുന്ന ഈ ഒരു കോസ്റ്റ്യൂം വളരെ സ്പെഷ്യലാണ്. ക്രിസ്റ്റി പ്രത്യേകം ഡിസൈൻ ചെയ്യിപ്പിച്ചെടുത്തതാണ്. ഏകദേശം 1.5 ലക്ഷം രൂപ ഒരു ഈ ഒരു കോസ്റ്റ്യൂമിൻ്റെ വില. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇരുട്ടത്ത് നിൽക്കണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ഗ്ലോ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. കണ്ടോ എന്ത് ഗ്ലോ ആണ് അതിൽ, ആ ക്രിസ്റ്റൽസൊക്കെ നല്ല ഭംഗിയുണ്ട്. അതിന് ചേർന്ന് ഇയറിങ്സും ഹെയർ സ്റ്റൈലൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഹായ്, അപ്പം നമ്മുടെ ബ്രൈഡ് റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? സൂപ്പർ. നമുക്ക് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി, കറണ്ടിന്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടായി. എന്നാലും ആ ഒരു ലിമിറ്റേഷനിൽ വെച്ച് നമ്മൾ മാക്സിമം ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട്. ഇഷ്ടമായല്ലേ? എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ബ്യൂട്ടിഫുൾ. ദിവ്യ ഹാസ് മേഡ് ക്രിസ്റ്റി ബ്യൂട്ടിഫുൾ. I am loving it. Thank you so much. Thank you. അപ്പോൾ ഉദ്ദേശിച്ച പോലെയൊക്കെ വന്നില്ലേ? Everything. ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ. I'm sorry, my Malayalam is not that good, but okay. More than I expected. Thank you. അപ്പോൾ എൻ്റെ എല്ലാവിധ congrats. Thank you so much. Thank you. ഹോബിക്കും ക്രിസ്റ്റിക്കും എൻ്റെ എല്ലാവിധ congrats. Thank you so much. Okay. Thank you. അപ്പോൾ അടുത്ത് നമ്മൾ ക്രിസ്റ്റിയുടെ അമ്മയായ കുഞ്ഞുമോൾ ചേച്ചീനെ നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന ഓൾറെഡി യങ് ആൻഡ് ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ഒക്കെ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കോമഡി കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയില്ല, കാരണം നമ്മൾ മൈക്ക് യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. അവസാനമായപ്പോഴത്തേക്കും ഭയങ്കര ഹറിയായിരുന്നു, കാരണം അവർക്കും ടൈമായി, പോകാനുള്ള ടൈമായിരുന്നു. അപ്പം വേഗം ചെയ്യുമായിരുന്നു. അപ്പോൾ ഫൈനൽ ലുക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എനിവേ വെഡ്ഡിങ്ങിന് നമ്മൾ എന്താണേലും ഷൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അത് ആൽഫ എടുത്ത ഒരു ഷോട്ടാണ് കേട്ടോ, ചുമ്മാ ജസ്റ്റ് ഫോർ ഫണ്ണ്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഇനി